ഈ ചിത്രത്തിന് ഏകദേശം 20 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അന്ന് സുരേഷ് ഗോപി എന്ന മനുഷ്യന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല. അയാളെ വെറുക്കുന്ന ആളുകളും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ എയ്ഡ്സ് ബാധിതരാണ് എന്ന കാരണത്താൽ അനന്തു എന്നും അക്ഷര എന്നും പേരുള്ള 2 വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ച് രക്ഷിതാക്കളടക്കമുള്ളവർ രംഗത്തെത്തിയപ്പോൾ ഈ വിവരമറിഞ്ഞ് ആ സ്കൂളിലെത്തിയ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ചെയ്തതാണ് ഈ ചിത്രത്തിലുള്ളത്. HIV എന്ന മഹാവ്യാധിയുള്ളവരെ തൊട്ടാൽ തങ്ങൾക്കും ആ അസുഖം ബാധിക്കുമെന്ന അന്നത്തെ പൊതുചിന്തയുടെ ചെകിട്ടത്തടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ആ 2 കുട്ടികളെയും ഒക്കത്തെടുത്ത് വെച്ച് അവരുടെ സ്നേഹചുംബനം ഏറ്റുവാങ്ങുന്ന സുരേഷ് ഗോപി അന്നുവരെ എയ്ഡ്സ് എന്ന രോഗത്തെയും അത് ബാധിച്ച ആളുകളെയും പുച്ഛത്തോടെ പരിഹാസത്തോടെ നോക്കിക്കണ്ടിരുന്ന സമൂഹത്തിന് ഒരു പുതിയ കാഴ്ചയായിരുന്നു. അന്നുവരെ HIV ബാധിതരോട് കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിച്ച ഒരു മനോഭാവത്തിന് അവസാനമിട്ടത് അന്ന് സുരേഷ് ഗോപി ചെയ്ത ആ പ്രവൃത്തിയായിരുന്നു. ആ സംഭവത്തിന് ശേഷവും പൊതുസമൂഹം മറന്ന പല വിഷയങ്ങളിലും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുടെ ഇടപെടലുകൾ കേരളം അടുത്തെറിഞ്ഞു. അറിഞ്ഞതിനേക്കാളേറെ രഹസ്യമായി സമൂഹത്തിലെ അധസ്ഥിതർക്കായി അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ കാലത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത്. അതോടെ അന്നുവരെ ദൈവമായിരുന്ന സുരേഷ് ഗോപി പലർക്കും ശത്രുവായി. അയാളെ ദയയില്ലാതെ ആക്രമിച്ചവരിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ സഹായം ലഭിച്ചവരുമുണ്ടായിരിക്കാം. എന്നാൽ അപ്പോഴൊന്നും ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ അദ്ദേഹം തൻ്റെ പ്രവർത്തികളിൽ മുഴുകി. തെരഞ്ഞെടുപ്പിന് മുൻപെന്നോ ശേഷമെന്നോ വ്യത്യാസമില്ലാതെ സുരേഷ് ഗോപിയെ പൊതുസമൂഹത്തിൽ ഭരണകൂടങ്ങൾ പോലും അവഗണിച്ച മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു, പ്രവർത്തിച്ചു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി അമൃത ആശുപത്രിക്കൊപ്പം കൈകോർത്ത സുരേഷ് ഗോപിയുടെ പ്രവൃത്തി. ലക്ഷ്മി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെയാണ് 12 ലക്ഷം രൂപ അദ്ദേഹം ഇതിനായി നൽകിയിരിക്കുന്നത്. ഒരു ശസ്ത്രക്രിയക്ക് 1,20,000 രൂപയാണ് ചിലവ് വരുന്നത്. ഇങ്ങനെ 10 പേർക്കുള്ള ശസ്ത്രക്രിയയുടെ ചിലവാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ തുക സർക്കാരിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് അത് വീണ്ടും ഇതേ വിഭാഗത്തിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താം. കൊച്ചി അമൃത ആശുപത്രിയിലെ അമൃതേശ്വരി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജൂൺ 5-ന് ഈ തുക കൈമാറുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി അഹം ഈ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. തുക കൈമാറാനുള്ള സമ്മതപത്രം സുരേഷ് ഗോപി കൊച്ചി അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർക്ക് കൈമാറി. ആദ്യഘട്ടത്തിലെ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക ഇനിയും വൈകുകയാണെങ്കിൽ വീണ്ടും തത്തുല്യമായ തുക നൽകാൻ സന്നദ്ധനാണെന്നും സുരേഷ് ഗോപി ഈ ചടങ്ങിൽ അറിയിച്ചു. എന്തായാലും വരുന്ന ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കുകയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വിവേചനങ്ങൾ നേരിട്ട് വരുന്ന അധസ്ഥിതരായ മനുഷ്യവിഭാഗങ്ങൾക്ക് ഒപ്പം അധികാരമില്ലെങ്കിലും താനുണ്ടാകുമെന്നുറപ്പിക്കുകയാണ് സുരേഷ് ഗോപി.